ഹലോ, വെൽക്കം ബാക്ക് ടു പാർവതീസ് ഫുഡ് ട്രാവൽ ട്രാക്ക്. അപ്പം എന്താണ് ഈ കുത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണോ നിങ്ങൾ നോക്കുന്നത്? വേറെ ഒന്നുമല്ല ഗൈസ്, ഇവിടെ നല്ല തണുപ്പാട്ടോ. നല്ല തണുപ്പ് കാരണം എണ്ണയൊക്കെ നല്ല കട്ടിയായിട്ട് കല്ല് പോലെ ഇരിക്കുക. കുപ്പിയിലായിരുന്നു ആദ്യമേ ഞാൻ വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കട്ടിയാവുന്നത് കാരണം കട്ട് ചെയ്ത് അതിനകത്തുനിന്ന് സ്പൂണിൽ നിന്നുകൊണ്ടൊക്കെ കോരി എടുക്കാനുള്ള ഇത് കാരണം കവറിലുള്ളത് വാങ്ങിച്ചു. ഈ പാക്കറ്റിൽ നിന്ന് അത് പക്ഷേ ഞെക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഞെക്കിയിട്ടും വരുന്നില്ല. കൈ പോകുന്നതല്ലാണ്ട് ഒരു രക്ഷയില്ല. ഒരു വിധത്തിൽ അതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ച് എണ്ണ ഒപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും മത്തങ്ങ കറിയുമാണ്. അപ്പം മത്തങ്ങ കറി വെച്ചാൽ മത്തങ്ങ എരിശ്ശേരി, നല്ല മത്തങ്ങയും പയറും ഒക്കെ ഇട്ട് അങ്ങോട്ട് എരിശ്ശേരി തേങ്ങയൊക്കെ വറുത്തങ്ങോട്ട് ഇട്ടിട്ട് ചൂട് കഞ്ഞിയുടെ കൂടെ ഈ തണുപ്പത്ത് കുടിക്കുമ്പം കിട്ടുന്നൊരു രുചിയുണ്ടല്ലോ, രുചിയും ആ ഒരു ഫീലും. പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഭയങ്കര രുചിയാണ് തണുപ്പത്ത് ഈ ചൂട് കഞ്ഞി കുടിക്കാൻ. അങ്ങനെ കഞ്ഞിയൊക്കെ ആക്കിയതിന് ശേഷം കുളിച്ചൊക്കെ ഇറങ്ങി. കണ്ടോ അന്യനെ കണ്ടോ? മുടി സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം മുടിക്ക് നമ്മൾ കുറച്ച് ഭയങ്കരമായിട്ട് മുടിയെ ഒന്ന് കെയർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള മുടി മൊത്തം പോകും കേട്ടോ. അങ്ങനെ കുറച്ച് സെറമൊക്കെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ വെയിൽ കൊള്ളാനായിട്ട് പോയി. നല്ല വെയിലുണ്ട്. അപ്പം തുണിയൊക്കെ 2 ദിവസം കൊണ്ടൊക്കെ ഇപ്പോൾ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. 2 ദിവസം എന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞ തുണിയാണെന്നുണ്ടെങ്കിൽ 1 ദിവസം കൊണ്ട് വെയിലത്ത് കിടന്ന് ഒരു കാറ്റടിയൊക്കെ കൊള്ളുമ്പോഴത്തേനും വേഗം തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വിൻ്ററിൻ്റെ ക്ലോത്ത്സ് കുറച്ച് കട്ടിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 2 ദിവസം കിടക്കേണ്ടി വരും. 2 ദിവസം വെയിൽ ഉണ്ടെങ്കിലേ ഉണങ്ങി കിട്ടത്തുള്ളൂ. എല്ലാവരും നല്ല വെയിലുണ്ടായതുകൊണ്ട് എല്ലാവരും തുണികളൊക്കെ കഴുകി ഇങ്ങനെ ടെറസിലിട്ടിരിക്കുകയാണ്. നമുക്ക് താണ്ട് ഈ ഒരു വലിയൊരു ആലും വേപ്പും ഒക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന കാരണം ടെറസിലോട്ട് അധികം വെയിലടിക്കാറില്ല. വിൻ്ററിൽ അതൊരു ഇച്ചിരി നമുക്ക് പ്രശ്നമാണ്. എന്നാലും സമ്മറിൽ വെയിൽ കുറച്ച് തണൽ കിട്ടുന്നത് കൊണ്ടൊരു സുഖം കിട്ടും. എന്നാലും നല്ല കൊടും ചൂടത്ത് അതും രക്ഷയല്ല. ഞങ്ങൾ എന്നിട്ട് കുഞ്ചുവിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. കുഞ്ചുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നടന്നാണ് വന്നത്. സ്കൂട്ടർ എടുത്തപ്പോൾ സ്കൂട്ടർ തണുപ്പ് കാരണം സ്റ്റാർട്ടാവുന്നില്ല. ഇപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, തണുപ്പായതുകൊണ്ട് പണി മുടക്കി അങ്ങനെ ഇരിക്കും. അപ്പോൾ കരുതി നടന്നു പോരാന്ന് കരുതി അങ്ങനെ നടന്ന് വന്ന് കാഞ്ചി സൈക്കിളിലാണ് വന്നത്. കുഞ്ചുവിനെ വിളിച്ച് തിരിച്ച് ഞങ്ങൾ നടന്നു വന്നപ്പോൾ കാഞ്ചി ആ സൈക്കിള് സ്കൂളിൻ്റെ അവിടെ വെച്ച് മറന്നുപോയി. അത് ഞാൻ കൂടെ പോയ ഞാൻ പോലും അത് മറന്നു എന്നുള്ളതാണ് വാസ്തവം. വന്നു കഞ്ഞിയൊക്കെ കുടിച്ച്, നല്ല ചൂടോടെ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നപ്പോൾ പറഞ്ഞു, അമ്മ ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു ഉണ്ണിയപ്പം കഴിക്കുന്നതിൻ്റെ. അപ്പോൾ അപ്പം തൊട്ടേ പറയാൻ തുടങ്ങിയതാണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. വൈകുന്നേരം ചായക്ക് ഉണ്ണിയപ്പം ആക്കാമെന്ന് കരുതി. ഇവിടെ ഏട്ടനും കുഞ്ചുവിനും കാഞ്ചിക്കും എനിക്കും ഉണ്ണിയപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഉണ്ണിയപ്പക്കാരയ്ക്ക് ഏതാണ്ട് ഈ ത്രികോണ എന്ന് പറഞ്ഞ ഷേപ്പാണ് കേട്ടോ. അടിവശത്ത് ഇങ്ങനെ റൗണ്ടായിട്ടും ഇരിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കുഴിയും താഴോട്ട് കുഴിയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ബർണറിൻ്റെ മുകളിലോട്ട് വച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ തെന്നിപ്പോവും. അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പക്കാരെയാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാം കൂടെ തട്ടിമറിഞ്ഞു പോവും. ഞാനങ്ങനെ പുതിയ ഒരു കപ്പ് വാങ്ങിച്ചു, ചായക്കപ്പ്. അപ്പം പുതിയ കപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിക്കേണ്ടുന്നത് പുതിയ കപ്പിൽ തന്നെ ആണല്ലോ, മാറ്റി വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ചായക്കപ്പ് എടുത്തു, പുതിയ ചായക്കപ്പിലായിട്ട് ചായ. അപ്പം നമുക്ക് ചായക്ക് പ്രത്യേക രുചി തോന്നും. അപ്പം ചായയൊക്കെ ഇട്ട് നല്ല ചൂടായിട്ട് ഉണ്ണിയപ്പമൊക്കെ ആയിട്ട് കഴിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് കുറച്ച് വീഡിയോസും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം ഞാൻ കരുതി പിള്ളേർ കുറച്ച് ഉണ്ണിയപ്പം മാറ്റി വെക്കുമായിരിക്കും, പക്ഷേ ഒരെണ്ണം പോലും എടുത്ത് മാറ്റി വെച്ചില്ല. അങ്ങനെ വൈകുന്നേരം പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും കുറച്ച് സ്ട്രോബെറി വാങ്ങിക്കൊണ്ട് വന്നു. വിൻ്റർ ആയതുകൊണ്ട് സ്ട്രോബെറി ഇപ്പം കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം സ്ട്രോബെറി വാങ്ങിച്ചുകൊണ്ട് വന്നു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരെ കാണിക്കാണ്ട് ഞാൻ പാത്ത് വെച്ച് കഴുകി ഉപ്പുമൊക്കെ വെച്ച് കുറച്ച് നേരം കഴുകിയൊക്കെ മാറ്റി വെച്ചിരുന്നു. ഞാൻ അറിയാണ്ട് ഇത് കട്ട് തിന്നു. അവസാനം എനിക്ക് താണ്ടി ഈ ഒരു മുറി സ്ട്രോബെറി മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ അതിന് ഭയങ്കര പുളിയാണേ, ഭയങ്കര പുളി. ഇതെങ്ങനെ ഇത് രുചിയോടുകൂടി കഴിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. സ്ട്രോബെറി എന്നൊക്കെ പറയുമ്പം ഭയങ്കര രുചികരമായ സംഭവമായിട്ടാണ് ഞാൻ പണ്ട് കരുതിയത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല. കാരണം ചിലതിനൊക്കെ മധുരം കാണത്തുള്ളൂ, ഇതിനൊക്കെ ഭയങ്കര പുളിയാണ്. അങ്ങനെ രാത്രി 12 മണിയായപ്പോൾ ഞങ്ങളൊരു ബർത്ത്ഡേ ആൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി 2 പേരുടെ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ
ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു. സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുചെന്ന് കട്ട് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, may God bless you, may God bless you. അയ്യോ അതിന് നല്ല വെട്ടം ഉണ്ടല്ലോ, ഇതിനെന്താ വെട്ടമില്ലത്? അയ്യോ അതെന്താ പറ്റി? അയ്യോ നല്ല കേക്ക്. ഇതിന് പാട്ടറിയതല്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് അയ്യോ അവിടെ കേട്ട് അങ്ങനെ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ വന്നിട്ട് പറയണം കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റിൽ പറയുകയും വേണം. അപ്പം ഇനിയും കുറേ വീഡിയോസുമായിട്ട് ഞാൻ വരും. എല്ലാവർക്കും ടാറ്റ, ബൈ.